ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ന്യൂസ്, മഹാരാഷ്ട്ര സെറ്റ് ടു വോട്ട് ടുഡേ ഇൻ എ സിംഗിൾ ഫേസ് എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്, ഇന്ത്യയിലെ ഏറ്റവും എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്, ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന മുംബൈ നിലനിൽക്കുന്ന സ്റ്റേറ്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുള്ള സിറ്റി മുംബൈ ആണ്. ആ മുംബൈ അക്കോമഡേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GSDP ഉള്ള സ്റ്റേറ്റ്. GSDP മീൻസ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഒരു രാജ്യത്തിന് GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പോലെയാണ് സ്റ്റേറ്റുകൾക്ക് GSDP, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ size of the economy of that particular state. So the biggest economy inside India is Maharashtra. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള മഹാരാഷ്ട്രയുടെ ഇലക്ഷൻ നടക്കുവാണ്. മഹാരാഷ്ട്രയിൽ മെയിനായിട്ട് രണ്ട് പൊളിറ്റിക്കൽ കോമ്പിനേഷൻസ് ആണ് ഉള്ളത്. BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി എന്ന് പറയുന്ന സഖ്യവും കോൺഗ്രസ് ലീഡർഷിപ്പ് കൊടുക്കുന്ന മഹാ വികാസ് അഗാഡി എന്ന് പറയുന്ന സഖ്യവും. അപ്പോൾ ആര് ജയിക്കുമെന്ന് നമുക്ക് 2-3 ദിവസം കഴിയുമ്പോൾ അറിയാം. November 23 ഇലക്ഷൻ്റെ കൗണ്ടിങ്. അന്ന് തന്നെയാണ് ജാർഖണ്ഡിന്റെ കൗണ്ടിങ് നടക്കുന്നത്. ജാർഖണ്ഡ് ഇലക്ഷന്റെ സെക്കൻഡ് ഫേസ് ഇലക്ഷനും ഇന്നാണ് നടക്കുന്നത്. അതാണ് ഫ്രണ്ട് പേജിലെ ആദ്യത്തെ ന്യൂസ്. ഫ്രണ്ട് പേജിലെ രണ്ടാമത്തെ ന്യൂസ്, ബീരേൻ സിംഗ് സെൻസ് നോട്ടീസ് ടു 11 മണിപ്പൂർ ലെജിസ്ലേച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് മിനിസ്റ്റേഴ്സ് ഹു സ്കിപ്ഡ് മീറ്റ് എന്നൊരു ന്യൂസാണ്. ബീരേൻ സിംഗ് നമുക്കറിയാം, ഇപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ പോപ്പുലാരിറ്റി കിട്ടിയിരിക്കുന്ന ചീഫ് മിനിസ്റ്റർ ബീരേൻ സിംഗ് ആയിരിക്കും. അത് അദ്ദേഹത്തിന്റെ നന്മകളുണ്ടോ കഴിവുകൊണ്ടോ അല്ല, കഴിവുകേട് കൊണ്ടും പോപ്പുലർ ആവാമല്ലോ നമുക്ക്. അപ്പോൾ കഴിവുകേട് കൊണ്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു ചീഫ് മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നൊട്ടോറിയസ് എന്ന് വേണ്ട, ആ ഒരു വാക്ക് യൂസ് ചെയ്യേണ്ട. എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ നൊട്ടോറിയസ് എന്ന് പറയുന്നത്. അപ്പം അല്ല, ഈ കഴിവുകേട് കൊണ്ട് കൂടുതൽ പ്രശസ്തനായ ഒരു ചീഫ് മിനിസ്റ്ററാണ് നമുക്ക് ബീരേൻ സിംഗ് എന്ന് പറയേണ്ടി വരും. ബീരേൻ സിംഗ് ഇപ്പോൾ വിളിച്ച ഒരു മീറ്റിംഗിൽ BJPയുടെ പോലും MLA-മാർ 11ഓളം പേര് പങ്കെടുത്തില്ല. അപ്പം അതിനെക്കുറിച്ചൊരു ന്യൂസാണ്. നമുക്ക് വലിയ വേറെ അതിലൊന്നും പറയാനില്ല. പിന്നെ ഫ്രണ്ട് പേജിലെ വേറെ ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ളതല്ല. പിന്നെ നമ്മൾ സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ, സ്റ്റേറ്റ്സ് പേജിൽ BJP-led government brought down violence in Jammu and Kashmir and Northeast, സെയ്ദ് ഷാ എന്ന് പറയുന്നൊരു ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് ഞാൻ പറയാൻ കാര്യം വേറൊന്നും അല്ല. അതിൽ രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന, നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയിൽ അമിത് ഷാ നടത്തിയൊരു മീറ്റിംഗിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അപ്പം രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി എവിടെ നടന്നിരിക്കണം? ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ്. ഗുജറാത്തിന്റെ ക്യാപിറ്റലായ ഗാന്ധിനഗറിലാണ് രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി. അവിടെ ഓൾ ഇന്ത്യ പോലീസ് സയൻസ് കോൺഫറൻസ് നടന്നു. അപ്പൊ അതിലാണ് അമിത് ഷാ പങ്കെടുത്തത്. ഓൾ ഇന്ത്യ പോലീസ് സയൻസ് കോൺഫറൻസ് നടന്നത് രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി ഗാന്ധിനഗറിൽ ആണ്. മറ്റ് ന്യൂസുകൾ അവിടെ ഇല്ല, വേറെ നമുക്ക് ന്യൂസുകളൊന്നും അവിടെ പറയാനില്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ അതും സ്റ്റേറ്റ്സ് പേജ് തന്നെയാണ്. HC ക്ലിയേഴ്സ് ഡെക്സ് ഫോർ ഗ്രാൻഡ് ഓഫ് സംഗീത കലാനിധി അവാർഡ് ടു TM കൃഷ്ണ ബട്ട് വിത്ത് എ റൈഡർ എന്നൊരു ന്യൂസ് ഉണ്ട്. ഇത് ഈ ന്യൂസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ആക്ച്വലി അത് ഒരു ലോക്കൽ ലെവലിലെ ന്യൂസാണ്, തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയാണത്. അത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ TM കൃഷ്ണ ആയിരുന്നു ഞാൻ പറയാം. TM കൃഷ്ണ ഈസ് എ വെരി ഫേമസ് കർണാട്ടിക് മ്യൂസീഷ്യൻ. ഹീസ് ആൻ വോക്കലിസ്റ്റ്. അദ്ദേഹം ഒരു വോക്കലിസ്റ്റ് ആണ്. അദ്ദേഹം കർണാട്ടിക് മ്യൂസീഷ്യൻ ആണ്. അതുമല്ല അദ്ദേഹത്തിന്റെ പ്രശസ്തി, ഹീസ് എ റൈറ്റ് ആക്ടിവിസ്റ്റ് ആൻഡ് ഹീസ് എ ഓപ്പൺ ക്രിട്ടിക് ഓഫ് ഹിന്ദുത്വ ഫോഴ്സസ്. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് മാക്സസെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. വാട്ട് ഈസ് മാക്സസെ അവാർഡ്? മാക്സസെ അവാർഡ് ഈസ് നോൺ ആസ് ഏഷ്യൻ നോബൽ പ്രൈസ്. മാക്സസെ അവാർഡ് ഈസ് ഓൾസോ നോൺ ആസ് ഏഷ്യൻ നോബൽ പ്രൈസ്. ആക്ച്വലി ദിസ് അവാർഡ് ഈസ് ഇൻ ദ നെയിം ഓഫ് റമോൺ മാക്സസെ, എ ഫോമർ പ്രസിഡന്റ് ഓഫ്, ഐ തിങ്ക് പ്രസിഡന്റ് ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഫിലിപ്പീൻസുകാരനായിരുന്നു, എന്തായാലും പൊളിറ്റീഷ്യൻ ആയിരുന്നു അദ്ദേഹം. പ്രസിഡന്റോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ എന്തോ ഒരു പൊസിഷൻ വഹിച്ചിരുന്ന ആളാണ്. ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചുപോയാണ്. സോ ഇൻ ദ മെമ്മറി ഓഫ് റമോൺ മാക്സസെ, ഫിലിപ്പൈൻസ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ദിസ് അവാർഡ്, മാക്സസെ അവാർഡ്. അത് വേരിയസ് ഫീൽഡുകളിൽ മാക്സസെ അവാർഡ് കൊടുക്കുന്നുണ്ട്. അതിന് ഏഷ്യൻ നോബൽ പ്രൈസ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യക്കാർ ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ മാക്സസെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയ ഒരു ഇന്ത്യക്കാരനാണ് TM കൃഷ്ണ. ഡൽഹിയുടെ പഴയ ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കും ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മറ്റ് ന്യൂസുകൾ നമുക്ക് ആ പേജിൽ ആവശ്യമില്ല. ഇനി നമ്മൾ നേരെ പോകുന്ന എഡിറ്റോറിയൽ പേജിലേക്കാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ പ്രിസൺ ടാഗ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ പ്രിസൺ ടാഗ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജയിലുകൾ ഓവർ ക്രൗഡഡ് ആണെന്നുള്ള കാര്യം ഇന്ത്യയിലെ കൊച്ചുകുട്ടിയൊക്കെ പോലും അറിയാം. ഇന്ത്യയിലെ ജയിലുകളിൽ ഇപ്പോൾ December 2022 കണക്കനുസരിച്ച്, ഇപ്പൊ ലേറ്റസ്റ്റ് കണക്കല്ല ഈ പറഞ്ഞേക്കുന്ന ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്, December 31, 2022 കണക്കനുസരിച്ച് 5,73,220 ഇൻമേറ്റ്സ് ആണ് ഉള്ളത്. അത് മൊത്തം കപ്പാസിറ്റിയുടെ 131.4% ആണ്. അതായത് കപ്പാസിറ്റി
ഉള്ളതിനേക്കാളും കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നു ഇന്ത്യൻ ജയിലുകൾ. അപ്പോൾ ഈ ജയിലുകളെ ഡീകൺജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ജയിലുകളിൽ നിന്ന് കുറെ ഈ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ ഈ ഇടയ്ക്ക് സുപ്രീം കോടതി അവിടെ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് പ്ലാനിങ് ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ആ പ്രപ്പോസലിന് പുറമെ പാർലമെന്റും ഇതുപോലെ മുമ്പ് പാർലമെന്റ് ദ മോഡൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് 2023 എന്ന് പറയുന്ന ആക്ടില് ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്. ഈ പറഞ്ഞ വലിയ ക്രൈമൊന്നും ചെയ്തിട്ടില്ലാത്ത, അത്ര വലിയ പ്രശ്നക്കാരൊന്നും അല്ലാത്ത ജയിൽ ഇൻമേറ്റ്സിനെ, പ്രിസണേഴ്സിനെ ഈ റേഡിയോ കോളേഴ്സ് പോലുള്ള എന്തെങ്കിലും ഇതുപോലുള്ള അവരെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ട്രാക്കിംഗ് ഡിവൈസസ് എന്തെങ്കിലും ഘടിപ്പിച്ച് പുറത്ത് വിടണം എന്ന്. അപ്പൊ അങ്ങനെ പുറത്ത് വിടുമ്പോൾ അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റുമോ, അവര് അബ്സ്കോണ്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവര് പഴയ ക്രൈം സൈറ്റിലേക്കോ ആ ക്രൈം അവർ ആർക്കെതിരെയാണോ ചെയ്ത് അവരെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ലൊക്കേഷനിലേക്കോ വല്ലോ പോകുന്നുണ്ടോ എന്നൊക്കെ എൻഷുർ ചെയ്യാനും പറ്റും. അപ്പൊ പക്ഷെ അത് വളരെ ഭീകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ അങ്ങനെ പുറത്തുവിടാൻ പറ്റൂല. പക്ഷെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള തടവുപുള്ളികൾ അങ്ങനെ ചെയ്യാം എന്ന് ഒരു 2 പ്രപ്പോസൽസാണ് വന്നിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് പ്ലാനിങ്ങിന്റെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അതല്ലാതെ ദ മോഡൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് 2023 അത്തരത്തിലുള്ള ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്. പക്ഷെ ഇത് ഈ തടവ് പുള്ളികള് ഈ പ്രിസണേഴ്സിന്റെ വില്ലിങ്നെസ്സോട് കൂടി അവരെ കൊണ്ടത് വേറെ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്, അതുപോലെ അവരുടെ പ്രൈവസിക്ക് ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വയലേഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഒരാളെ ലൊക്കേഷൻ ഇങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ അയാളുടെ പ്രൈവസിയുടെ ഒരു വയലേഷനില്ല. അപ്പൊ അയാൾ അതിൽ വോളണ്ടറിലി അയാൾ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഒഡീഷ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ സ്റ്റേറ്റ് ആണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ടാമ്പർ പ്രൂഫ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ട്രാക്കേഴ്സ് അണ്ടർ ട്രയൽസ് ആയിട്ടുള്ള അക്യൂസ്ഡ് ആയിട്ടുള്ള എന്നാൽ വലിയ സീരിയസ് ക്രൈംസ് ഒന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്കെതിരെ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത്, ജയിലുകളിലെ കൺജഷൻ കുറയ്ക്കുന്നത് വേണ്ടിയിട്ട്. അപ്പം ഈ ഗ്രാൻഡ് ഓഫ് ബെയിൽ എന്ന് പറയുന്നൊരു സംഭവത്തിനും അത് കൂടുതൽ ഒരു പോപ്പുലാരിറ്റി കൊടുക്കും. അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് പക്ഷേ സുപ്രീം കോടതി തന്നെ ഈ വർഷം തുടക്കത്തിൽ ഇങ്ങനെ ഈ പ്രൈവസി ഇൻഫ്രിഞ്ച് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ബെയിൽ കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യുന്നതിന് എതിർത്തിട്ടുണ്ട്. അത് ഏത് കോണ്ടെക്സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഈ കോണ്ടെക്സ്റ്റിലല്ല. ഒരു കേസിൽ ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളിന് അയാൾ ഗൂഗിൾ മാപ്പിൽ അയാളുടെ ലൊക്കേഷൻ എപ്പോഴും പിൻ ചെയ്ത് വെക്കണം. എന്നിട്ട് ആ ലൊക്കേഷൻ അയാളുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ, ഒരു ബെയിൽ കണ്ടീഷനായിട്ട് ലോവർ കോർട്ട് വെച്ചപ്പോൾ സുപ്രീം കോടതി അത് തടഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ അത് അയാളുടെ പ്രൈവസിയുടെ ഇൻഫ്രിഞ്ച്മെന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഇലക്ട്രോണിക് ടാഗിംഗ് എന്ന് പറഞ്ഞ കംപ്ലീറ്റ്ലി അതിന്റെ ഇങ്ങനെ സുപ്രീം കോടതി ഈ വർഷം തുടക്കത്തിൽ അങ്ങനെ ചെയ്തെങ്കിലും റിജക്ട് ചെയ്യേണ്ട കാര്യമല്ല. കാര്യം ഓൾറെഡി തന്നെ ഒരു പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒരു പ്രപ്പോസലുണ്ട്. ഈ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഡിവൈസസ് യൂസ് ചെയ്തിട്ട് അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുടെ കൺസെന്റ്, അത് ഞാൻ വീണ്ടും പറയുന്ന പ്രതിയുടെ അല്ലെങ്കിൽ ആ പ്രിസണറിന്റെ കൺസെന്റും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുന്നത് അയാളുടെ റൈറ്റ് വയലേറ്റ് ചെയ്യാതെ, അയാളുടെ പ്രൈവസി വയലേറ്റ് ചെയ്യാതെ നമുക്ക് ഈ പറഞ്ഞ പ്രിസൺസ് ഡീകൺജസ്റ്റ് ചെയ്യാൻ സഹായിക്കും. പ്രിസൺസ് ഡീകൺജസ്റ്റ് ചെയ്യാൻ അതിൻ്റെ ആവശ്യകത ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. നമ്മളുടെ പ്രിസൺസിൽ കൊള്ളുന്നതിനേക്കാളും 31% ആൾക്കാർ കൂടുതലാണ് ഇപ്പോൾ പ്രിസൺസിലുള്ളത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോകാൻ പാടായിരിക്കും. അപ്പൊ ഇത് പല രാജ്യങ്ങളിലും, ലോകത്തിൽ, ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ട്രാക്കിംഗ് ഡിവൈസസിന്റെ ഡിപ്ലോയ്മെന്റ് അല്ലെങ്കിൽ സഹായത്തോടു കൂടി സർട്ടൻ കാറ്റഗറീസ് ഓഫ് ഒഫൻഡേഴ്സിന് അവരുടെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്തുകൊണ്ട് വെളിയിൽ പുറത്തു വിടുന്നുണ്ട്. അപ്പം അത് ഇന്ത്യയിലും നടപ്പാക്കാവുന്ന കാര്യം ആണ്. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. അത് നടപ്പാക്കിയാൽ നമ്മുടെ പ്രിസൺസിനെ ഡീകൺജസ്റ്റ് ചെയ്യാൻ സഹായിക്കും എന്ന് ഈ എഡിറ്റോറിയൽ പറയുന്നു. സെക്കൻഡ് എഡിറ്റോറിയൽ കൺസിസ്റ്റന്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അത് ഡൽഹിയിലെ എയർ പൊല്യൂഷനെ കുറിച്ചാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ AQI എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉപയോഗിച്ചാണല്ലോ നമ്മൾ എയർ പൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റികളിലെന്ന് ഡൽഹിയാണെന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ മൺഡേയിൽ, ഇന്നിപ്പോൾ വെനസ്ഡേ ആണ്, മൺഡേയിലെ AQI അനുസരിച്ച് ഡൽഹിയുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 488 ആണ്. പക്ഷെ ചില പ്രൈവറ്റ് സ്റ്റേഷൻസ് ഒക്കെ അത് റോങ് ആയിട്ട് 1000 മുകളിലാണെന്ന്
റിപ്പോർട്ട് ചെയ്തു. അത് തെറ്റാണ്. എന്തായാലും അറൗണ്ട് 400 മുകളിൽ എന്തായാലും എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഡൽഹി ഇപ്പൊ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. 400 മുകളിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് റീഡിങ് 400 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സിവിയർ പൊല്യൂഷൻ ആണെന്നാണ്. 200 മുകളിൽ പോകുമ്പോൾ തന്നെ പുവർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണെന്നാണ്, എയർ ക്വാളിറ്റി പുവർ ആണെന്നാണ്. 200 മുകളിൽ പോകുമ്പോൾ തന്നെ 400 മുകളിൽ പോകുമ്പോൾ സിവിയർ ആണെന്നാണ്. അപ്പം ഇന്ത്യയിൽ ഇപ്പോൾ കറക്റ്റായിട്ട് ഉള്ള ഫ്രെയിം വർക്കുകളുണ്ട്. പലരും പല മെത്തേഡോളജിയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും പ്രൈവറ്റും പബ്ലിക്കും ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇത്തരത്തിൽ പൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും അത് അപ്പോഴപ്പോഴും അതിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റംസ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 2016 തൊട്ടുള്ള ഡൽഹിയുടെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 2 വർഷം മാത്രമാണ് ഈ ഡൽഹിയിലെ പുവർ ഡേയ്സ് എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞു വന്നത്. ഈ ഇപ്പം 2016 200 പുവർ ഡേയ്സ് ഉണ്ടായിരുന്ന 2024 ആയപ്പം ഇതുവരെ ആയിട്ട് 121 ഡേയ്സ് ആയി. ഇനിയിപ്പം കുറച്ച് നാളും കൂടെ ഉള്ളു. അതുകൊണ്ട് ആ 2016 200 പുവർ ഡേയ്സ് എന്നുള്ള റെക്കോർഡിലേക്ക് പോകില്ല, അതിനേക്കാളും കുറച്ച് കുറഞ്ഞ് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ 2016 തൊട്ട് 2024 സമയം എടുത്തു നോക്കിയാൽ ഈ പുവർ ഡേയ്സ് സിംഗിൾ ഡിജിറ്റിലേക്കൊക്കെ കുറഞ്ഞ് 1-2 വർഷം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ മെറ്റീരിയോളജിക്കൽ കണ്ടീഷൻസ് ഒക്കെ പലപ്പോഴും ഡൽഹിയുടെ എയർ ക്വാളിറ്റിയെ മോശമാക്കാൻ കാരണമാവാറുണ്ട്. അപ്പം ഇപ്പൊ ഈ ഫാം ഫയേഴ്സ്, പഞ്ചാബിലെ ഫാം ഫയേഴ്സ്, ഹരിയാനയിലെ ഫാം ഫയർ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റബിൾ ബേണിംഗ് ആണ് പലപ്പോഴും ഒരു പ്രോമിനന്റ് സോഴ്സ് ആയിട്ട് മാറുന്നത് ഈ എയർ പൊല്യൂഷന്റെ. പക്ഷേ ഇപ്പോൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഡൽഹിയിലും, പ്രത്യേകിച്ച് ഡൽഹിയിലും ഇന്ത്യയിലെ മറ്റു പല സിറ്റികളിലും നിലവിലുള്ളത് കൊണ്ട് നമുക്കത് ഓരോ ദിവസവും ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് ഈ പൊല്യൂഷൻ ഉണ്ടാകുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ സ്റ്റബിൾ ബേണിങ്ങിനെക്കാളും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഡൽഹിയിൽ ഇപ്പോൾ പൊല്യൂഷൻ ഉണ്ടാകുന്ന ഹൗസ് ഹോൾഡ് സോഴ്സസിൽ നിന്ന്, റോഡ് ഡസ്റ്റിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ ഇന്ത്യയിൽ CAQM പോലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്. അവരുടെ മെയിനായിട്ട് ഉള്ള ജോലി എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ എയർ ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഡൽഹിയെ മാത്രമല്ല സറൗണ്ടിങ് സ്റ്റേറ്റ്സിനെയും. പക്ഷേ ഈ CAQM സെൻട്രൽ ഗവൺമെന്റോ ഡൽഹി ഗവൺമെന്റോ ഒന്നും സത്യത്തിൽ ഈ കാര്യത്തിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ തന്നെ ഡൽഹിയുടെ എയർ ക്വാളിറ്റി 400-ന് മുകളിലായി സിവിയർ എന്നുള്ള കണ്ടീഷനിലേക്ക് പോയപ്പോൾ സെൻട്രൽ ഗവൺമെന്റിലെ 2 മിനിസ്റ്റേഴ്സും ഈ ഡൽഹിയിലില്ല. ഒരു മിനിസ്റ്റർ മഹാരാഷ്ട്രയിൽ, സെൻട്രൽ ഗവൺമെന്റ് 2 മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മെയിൻ ക്യാബിനറ്റ് മിനിസ്റ്ററും ഒപ്പം തന്നെ സഹമന്ത്രി മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, 2 പേരും. ഒരാള് മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന് പോയേക്കുന്നു, രണ്ടാമത്തെ ആള് അസർബൈജാനിലെ ബാക്കുവിൽ നടക്കുന്ന 29th സ്കോപ്പിൽ പങ്കെടുക്കാൻ, കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് പങ്കെടുക്കാനും പോയേക്കുന്നു. പിന്നെ ഡൽഹിയിലെ മിനിസ്റ്റർ, ഇത് 2 സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞത്. ഡൽഹി മിനിസ്റ്ററിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ അവര് ഈ ഫോൾട്ടി ആയിട്ടുള്ള സാറ്റലൈറ്റ് ഡേറ്റ ഒക്കെ യൂസ് ചെയ്ത് പഞ്ചാബിൽ നിന്നുള്ള സ്റ്റബിൾ ബേണിംഗ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള ഫാൾസ് ക്ലെയിമായിട്ട് മുന്നോട്ട് നടക്കുകയാണ്. അപ്പം ഈ CAQM എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞു, കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്, ഈ ഡൽഹിയുടെയും അഡ്ജോയിനിങ് സ്റ്റേറ്റുകളിലെയും എയർ ക്വാളിറ്റിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കാനുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അതൊരു ടൂത്ത്ലെസ് ഓർഗനൈസേഷൻ ആണെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലുമൊക്കെ സുപ്രീം കോടതി അവരുടെ മുകളിൽ വലുതായിട്ടുള്ള ക്രിറ്റിസിസം ഉന്നയിക്കുമ്പോൾ മാത്രമാണ് അവരെന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അല്ലാത്തപ്പോഴത്തേക്ക് യാതൊരു പവറും ഇല്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാത്രം CAQM നിലനിൽക്കുകയാണ്. അപ്പം സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റും CAQM എല്ലാം കൂടി ചേർത്ത് ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് എടുത്തില്ലെങ്കിൽ ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹി ഒരു ഗ്യാസ് ചേമ്പറായിട്ട് മുന്നോട്ട് പോവുകയും ഡൽഹിയിലെ ജനങ്ങളുടെ ഹെൽത്തിന് അല്ലെങ്കിൽ അവരുടെ റൈറ്റ് ടു ലൈഫ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്, അതിനെ ബാധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. പിന്നീട് ഉള്ള മറ്റു ആർട്ടിക്കിൾ 1000 Days ഓഫ് യുക്രൈനിയൻ റെസിലിയൻസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഉണ്ട്. അത് യുക്രൈനിൽ റഷ്യ വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് February 24, 2022 2022 February 24 യുക്രൈനിൽ റഷ്യ വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ ആയപ്പോൾ അത് 1000 days കംപ്ലീറ്റ് ചെയ്തു. ആ സമയത്ത് ഒലക്സാണ്ടർ പോളിഷ്ചുക്ക് എന്ന് പറയുന്ന അംബാസഡർ ഓഫ് യുക്രൈൻ ടു ഇന്ത്യ, അംബാസഡർ ഓഫ് യുക്രൈൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ യുക്രൈൻ്റെ അംബാസഡർ അലക്സാണ്ടർ പോളിഷ്ചുക്ക് എഴുതിയേക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അദ്ദേഹം പറയുന്നത് ഈ വളരെ വലിയൊരു അഗ്രഷനാണ് റഷ്യ യുക്രൈൻ്റെ മുകളിൽ നടത്തിയത്. റഷ്യ ഫാർ superior ആണ് in terms of military power, air force power and nuclear power, and it's the biggest country in the world area wise. ഇത്രയൊക്കെ ആണ് റഷ്യ എങ്കിലും റഷ്യ
couldn't make much impact in Russia-Ukraine war, and Ukraine withstood the aggression of um, Russia until now with the support of their alliance partners വെസ്റ്റിലെ അലയൻസ് പാർട്ട്നേഴ്സ് അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൂടി they could withstand the onslaught of Russian forces എന്നാണ് അവർ പറയുന്നത്. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു ചുരുക്കം എന്ന് പറയുന്ന ആർട്ടിക്കിളിൻ്റെ. അത് നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കുക. അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ കുറേ ക്ലെയിംസ്, അതിൽ പൂർണ്ണമായിട്ട് ശരിയെന്നുള്ള ക്ലെയിംസ് പലതും. റഷ്യ ഒരുപാട് ടെറിട്ടറീസ് യുക്രൈൻ്റെ പിടിച്ചെടുത്തുകൊണ്ട് പോയി. എന്നാൽ ഈ പറഞ്ഞ പോലെ റഷ്യക്ക് ഒരു വലിയ വിജയമൊന്നും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പം ഹൗ ഇന്ത്യ കുഡ് കൗണ്ടർ ദ CBAM എന്ന് പറയുന്നൊരു ആർട്ടിക്കിളുണ്ട്. ഈ CBAM എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഇപ്പോൾ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ ഒരു പരിപാടിയാണ് CBAM. CBAMന്റെ എക്സ്പാൻഷൻ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നാണ്. CBAM എന്നും ഷോർട്ട് ഫോമിൽ പറയും. എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ, അവരുടെയാണ് CBAM, കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. സംഭവം വേറൊന്നും അല്ല. ഈ ജാനുവരി 1, 2026 തൊട്ട് EUയിൽ യൂറോപ്യൻ യൂണിയനിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കാൻ പോകുന്ന ഒരു സംവിധാനമാണ് CBAM, കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. എന്നിട്ടാണ് January 1, 2026, ജസ്റ്റ് 1 year away ഫ്രം ദ ഇംപ്ലിമെന്റേഷൻ ഡേറ്റ്. ഓക്കെ, അപ്പം ഈ 2026 January 1 തൊട്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ എടുക്കുക. ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് $50 ബില്യൺ കൂടുതൽ സാധനങ്ങളാണ് ഓരോ വർഷവും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് അത്രയാണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ ഒരു ഫിഗർ കാണുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ അതേ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏതാണ്ട് $50 ബില്യൺ കൂടുതലുള്ള സാധനങ്ങൾ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ സ്റ്റീല്, അലൂമിനിയം, ഇങ്ങനെ ഫെർട്ടിലൈസേഴ്സ്, സിമെന്റ്, ഇതുപോലുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഇന്ത്യയിൽ നിന്ന് സെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് പലതും കാർബൺ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ്. ഇപ്പോൾ സ്റ്റീൽ ആണെങ്കിലും അലൂമിനിയം ആണെങ്കിലും സിമെന്റ് ആണെങ്കിലും ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലും ഒക്കെ. അപ്പം ഈ സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കുമ്പം അവർ പറയുന്നത് വെച്ചാൽ, ഈ യൂറോപ്യൻ യൂണിയൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കുന്ന കാർബൺ എമിഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ നോംസ് ഉണ്ട്. ആ നോംസ് ഫോളോ ചെയ്യുന്നതായിരിക്കണം നമ്മളെ രാജ്യത്തു നിന്നുള്ള പ്രോഡക്ട്സ്. ഇനി നമ്മളെ രാജ്യത്തിൽ ഈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ യൂറോപ്യൻ യൂണിയനിലെ കാർബൺ എമിഷൻ നോംസ് ഫോളോ ചെയ്തല്ല ഇത് ഉണ്ടാക്കിയേക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ അവരുടെ രാജ്യത്തേക്ക് ഈ പ്രോഡക്റ്റിനെ കയറ്റി വിടുമ്പോൾ ഇവർ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് അവിടെ നടത്തേണ്ടി വരും. അതാണ് CBAM എന്ന് പറയുന്നത്. അതായത് ഇവരുടെ കാർബൺ എമിഷൻ, എക്സ്ട്രാ കാർബൺ എമിഷൻ നടത്തി ഇവർ ഈ പ്രോഡക്റ്റ് നമ്മളെ ഇന്ത്യക്കകത്ത് ഉണ്ടാക്കിയിട്ട്, ഇന്ത്യ മാത്രമല്ല ഏത് രാജ്യത്താണെങ്കിലും ഉണ്ടാക്കിയിട്ട് ഈ യൂറോപ്യൻ യൂണിയനിൽ കയറ്റി വിടുമ്പോൾ അവർ ഇത്രയും കാർബൺ എമിഷൻ എക്സ്ട്രാ യൂറോപ്യൻ യൂണിയൻ അലോ ചെയ്യാത്ത എക്സ്ട്രാ കാർബൺ എമിഷൻ അവർ നടത്തിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്ന സംഭവത്തിന്റെ അകത്ത് ഒരു എക്സ്ട്രാ താരിഫ് പോലെ ഒരു സംഭവം യൂറോപ്യൻ യൂണിയന് കൊടുത്തിട്ട് മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാനാവൂ. ഇത് ഇന്ത്യയുടെയൊക്കെ എക്സ്പോർട്ടിന്റെ കോമ്പറ്റേറ്റീവ്നെസ്സിനെ ബാധിക്കും. യൂറോപ്പിലേക്കുള്ള, ഇന്ത്യ മാത്രമല്ല ഡെവലപ്പിംഗ് വേൾഡിലെ മിക്ക രാജ്യങ്ങളുടെയും ചൈനയുടെയും ഒക്കെ എക്സ്പോർട്ടിന്, യൂറോപ്യൻ യൂണിയനിലേക്കുള്ള എക്സ്പോർട്ടിന്റെ കോമ്പറ്റേറ്റീവ്നെസ്സിനെ ബാധിക്കും. ഇതൊരു പ്രൊട്ടക്ഷനിസ്റ്റ് മെഷറാണ് യൂറോപ്പിലെ വ്യവസായങ്ങളെ സംരക്ഷിക്കാനും ഒപ്പം യൂറോപ്പിന്റെ ക്ലൈമറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് അവർക്ക് ഇവേഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് മെഷറാണെന്ന് പറഞ്ഞ് ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള വാദം COP29 സമ്മിറ്റ് ഇപ്പോൾ അസർബൈജാനുള്ള ബാക്കുവിൽ നടക്കുമ്പോൾ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് ഇതിലൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിപ്പം ഈ യൂറോപ്യൻ യൂണിയൻ പോലുള്ള യൂറോപ്യൻ യൂണിയനിലെ പൊതുവെ ഡെവലപ്ഡ് കൺട്രീസ് ആണ്. അവർ ഹിസ്റ്റോറിക്കലി ഭയങ്കരമായിട്ടുള്ള കാർബൺ എമിഷൻ നടത്തിയിട്ടുള്ള രാജ്യങ്ങളാണ്. പെർ ക്യാപിറ്റ എമിഷൻ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്ന് വെച്ചാൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന എമിഷൻ പോലും യൂറോപ്പൊക്കെ ഹിസ്റ്റോറിക്കലി നടത്തിക്കൊണ്ടിരുന്ന എമിഷനുമായിട്ട് കമ്പയർ നോക്കുമ്പോഴത്തേക്ക് വളരെ കുറവാണ് പെർ ക്യാപിറ്റ എമിഷൻ. അപ്പം സ്വാഭാവികമായിട്ടും ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും കാർബൺ എമിഷന് കുറയ്ക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. കോമൺ റെസ്പോൺസിബിലിറ്റീസ് ദെയർ ഫോർ ഈച്ച് ആൻഡ് എവറി നേഷൻസ്. അതുകൊണ്ടാണ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. NDC, നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് ഓരോ കൺട്രിയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈ 2030 അച്ചീവ് ചെയ്യാൻ, ഈ വേൾഡിനെ കൂടുതൽ ബെറ്റർ ആക്കാൻ, ഈ വേൾഡിലെ കാർബൺ എമിഷൻ കുറയ്ക്കാൻ. പക്ഷേ അങ്ങനെ ഓരോ രാജ്യവും നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴും അത് അപ്പോഴും ഒരു ബേസിക് അണ്ടർലൈങ് പ്രിൻസിപ്പിൾ ഈസ് കോമൺ റെസ്പോൺസിബിലിറ്റീസ് ദെയർ ബട്ട് ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. അപ്പം യൂറോപ്യൻ യൂണിയനൊക്കെ ഇത്രയും എമിഷൻസ് നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഈ വേൾഡിനെ ബെറ്റർ ആക്കാൻ, വേൾഡിലെ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ലോകത്തിന് വേണ്ടി കൂടുതൽ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പക്ഷെ അവരിപ്പോൾ ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം വഴി എന്താ ചെയ്യുന്നത്? ആക്ച്വലി അവരുടെ റെസ്പോൺസിബിലിറ്റി നടത്തി തലയിൽ വെച്ച് പിടിക്കുകയാണ് ഡെവലപ്പിംഗ് നേഷൻസിലാണ്. അപ്പം
അതെങ്ങനെ തലയിൽ വെക്കുന്നു? ഇൻഡയറക്ട്ലി വെച്ച് കൊടുക്കുന്നു. ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് ഇപ്പം ഇവരുടെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള കാർബൺ എമിഷൻ നോംസ് ഫോളോ ചെയ്യാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ അവർ ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഉപയോഗിച്ച് പണിഷ് ചെയ്യുമ്പോൾ, പണിഷ് ചെയ്ത് വേറൊരു ഇതിൽ ഏറ്റവും വലിയ കോമഡി, ഈ പണിഷ് ചെയ്യുമ്പോൾ അവർക്ക് അടുത്ത കുറച്ച് വർഷങ്ങൾ കൊണ്ട് ബില്യൺസ് ഓഫ് യൂറോ ആണ് അവർക്ക് കിട്ടുന്നത്. 5 ബില്യൺ തൊട്ട് 14 ബില്യൺ വരെ യൂറോ ആണ് ആനുവലി അവരെ കിട്ടാൻ പോണം. പക്ഷെ അങ്ങനെ കിട്ടുന്ന യൂറോ അവരുടെ രാജ്യത്തെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടി വിനിയോഗിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ അവരുമായിട്ടുള്ള ട്രേഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ, ഇപ്പൊ ഇന്ത്യയാണ് അങ്ങോട്ട് കുറെ പ്രോഡക്റ്റ് കയറ്റി വിടുന്നെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇത് കളക്ട് ചെയ്യൂലേ, ഇന്ത്യൻ പ്രോഡക്റ്റുകളിൽ നിന്ന് കളക്ട് ചെയ്യൂലേ, ഈ പൈസ തിരിച്ച് ഈ രാജ്യങ്ങളിലേക്ക് തന്നെ കുറെയെങ്കിലും ഷെയർ ചെയ്തിരുന്നെങ്കിൽ ആ രാജ്യങ്ങളുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം അതും അവർ ചെയ്യുന്നില്ല. വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്ത്യക്ക് ഡെവലപ്പിംഗ് നേഷൻസിനെ ബോധ്യപ്പെടുത്താൻ കഴിയണം, ഗ്ലോബൽ സൗത്ത് നേഷൻസിനെ ബോധ്യപ്പെടുത്താൻ കഴിയണം. എന്നിട്ട് ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ഇന്ത്യ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ യൂറോപ്യൻ യൂണിയന്റെ ഇത്തരത്തിലുള്ളൊരു ഇരട്ടത്താപ്പ് അവരെ യഥാർത്ഥത്തിൽ വേൾഡിന് വേണ്ടി കൂടുതൽ ചെയ്യേണ്ടതാണ്. പക്ഷെ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ചെയ്ത ഹിസ്റ്റോറിക്കൽ എമിഷൻസിന്റെ റെസ്പോൺസിബിലിറ്റി പോലും എടുക്കാതെ അതിന്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഡെവലപ്പിംഗ് നേഷൻസിന്റെ മുകളിൽ വെച്ച് കൊടുക്കുന്ന സമീപനമാണ് ആക്ച്വലി CBAM എന്ന് പറയുന്ന സംഭവം. അപ്പൊ അത് നമ്മൾ ഒരു ചുമ്മാ എന്തെങ്കിലും വളരെ വേഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഈ പറഞ്ഞ COP29 സമ്മിറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ പോയി ഇറക്കി നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വേണ്ട സപ്പോർട്ട് കിട്ടാതെ പോകുന്നതിന് പകരം എല്ലാ ഡെവലപ്പിംഗ് നേഷൻസിനെയും കൂടെ ഇരുത്തി ഈ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കോമൺ ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്ത് ഈ യൂറോപ്യൻ യൂണിയന്റെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് മെഷറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടപടികൾ സ്വീകരിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ആർട്ടിക്കിളാണ്. ഞാനിതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞേ ഉള്ളൂ. എക്സാക്ട്ലി ഇത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിൽ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഡേഞ്ചേഴ്സ് ഓഫ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് വേറെ ഒന്നും അല്ല, ഇപ്പോൾ ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശ്, ഷിംല ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ, ഉത്തരാഖണ്ഡ് ഇവിടെയൊക്കെ പോകുമ്പോൾ ആൾക്കാർ മൗണ്ടനിയറിംഗ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ ചില സിക്നസ്സുകൾ പലർക്കും ഉണ്ടാവുകയും ചില ആൾക്കാർ മരിച്ചു പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരു മലയാളി ഈയിടയ്ക്ക് ഇടുക്കിക്കാരൻ ഉത്തരാഖണ്ഡിൽ വെച്ച് മരിക്കുകയൊക്കെ ചെയ്തു. ഇതിന്റെ കാരണം ആയിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ ഈ കാശ്മീരിലെ ലേ പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മൗണ്ടനറിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സിക്നസിനെ നേരിടാനുള്ള മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ ഇന്ത്യയിലെ പല ഈ ഹില്ലി ഏരിയാസിലും അതില്ല. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത്. ഇനി അതിന്റെ താഴെ ഈസ് ഇമ്പോസിംഗ് താരിഫ്സ് ഓൺ ചൈനീസ് ഇമ്പോർട്ട്സ് എ ഗുഡ് ഐഡിയ എന്നൊരു ആർട്ടിക്കിളുണ്ട്. അത് ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചൈനയുടെ പ്രോഡക്റ്റുകളുടെ മുകളിൽ താരിഫ് ഏർപ്പെടുത്തും എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് ചൈനയുടെ പ്രോഡക്റ്റുകൾ ചൈന ഹൈലി സബ്സിഡൈസ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ കൊണ്ടുവന്ന് US മാർക്കറ്റിലൊക്കെ അത് സെല് ചെയ്യുമ്പം US മാർക്കറ്റിൽ അതേ പ്രോഡക്റ്റ് US ഉണ്ടാക്കുന്നേക്കാളും വില കുറച്ച് ചൈനയ്ക്ക് സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ചൈനയ്ക്ക് അവിടെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട്. അത് US പ്രൊഡക്ഷൻ കുറയുന്നതിന് കാരണമാവുന്നു, US മാനുഫാക്ചറേഴ്സിനെ ബാധിക്കുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചൈനീസ് പ്രോഡക്റ്റുകളുടെ മുകളിൽ ഒരു താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ ആ താരിഫ് അത്തരത്തിൽ ഏർപ്പെടുത്തിയാൽ ചൈനയുമായിട്ട് US ഒരു താരിഫ് വാർ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല US അകത്ത് ഇൻഫ്ലേഷൻ കൂടാനും സാധ്യതയുണ്ട്. കാര്യം ഈ പ്രോഡക്റ്റിന്റെ മുകളിൽ താരിഫ് ഏർപ്പെടുത്തുമ്പോൾ പ്രോഡക്റ്റിന്റെ വില കൂടത്തില്ല. അപ്പൊ കൂടുതൽ വില കൊടുത്ത് US ആ സാധനം മേടിക്കേണ്ടി വരും. അപ്പൊ ഇൻഫ്ലേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് അങ്ങനെ ഇൻഫ്ലേഷൻ ഉണ്ടായാലും അത് US എക്കോണമിക്ക് അനുകൂലമാവുന്ന രീതിയിൽ വേറെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ആർട്ടിക്കിളിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പക്ഷെ അതിന് തടയിടാൻ ചൈനയ്ക്കും വേറെ ചില മെഷേഴ്സ്, ചൈനയിലെ കമ്പനീസിന് വേണ്ടിയിട്ട് ചില വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവർക്ക് യുവാന്റെ വാല്യൂ കുറയ്ക്കുക, അങ്ങനെ കുറെ പരിപാടികൾ ചെയ്ത് വീണ്ടും അവരുടെ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ് ആക്കാനൊക്കെ പറ്റും. ഇത് പക്ഷേ അൾട്ടിമേറ്റ്ലി വേൾഡിനും ഈ പറഞ്ഞ രാജ്യത്തെ ജനങ്ങൾക്കും ഒക്കെ ഒരു വലിയ ട്രേഡ് വാറിലേക്ക് നയിക്കും എന്നുള്ള രീതിയിലുള്ള ആർട്ടിക്കിളാണ്. ഓക്കെ, പിന്നെ ന്യൂസ് പേജിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ന്യൂസ് അറ്റ് G20 സമ്മിറ്റ് ഇന്ത്യ ചൈന ഡിസ്കസ് റിസംപ്ഷൻ ഓഫ് ഫ്ലൈറ്റ്സ് വിസ ഇഷ്യൂവൻസ് എന്നൊരു ന്യൂസ് കാണാം. ഇന്ത്യ കോവിഡ് മൂലമാണ് ചൈനയിലേക്കൊക്കെ ഉള്ള ഇന്ത്യയുടെ വിമാനങ്ങൾ നിർത്തിവെച്ചത്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇന്ത്യയിലെ ലഡാക്കിലെ ഗാൽവൻ വാലിയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ കുറെ പ്രോബ്ലംസ് ഉണ്ടായി. അതുകൊണ്ട് പിന്നെ വിസ സർവീസസോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് സർവീസസോ ഒന്നും പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. അപ്പൊ ഇപ്പൊ വീണ്ടും ഈ അന്നത്തെ ഗാൽവൻ വാലിയിൽ ഇഷ്യൂ ഒക്കെ ഇപ്പോഴാണ് സോൾവ് ചെയ്ത് റഷ്യയിലെ ബ്രിക്സ് സമ്മിറ്റിൽ കസാൻ എന്ന് പറയുന്ന സിറ്റിയിൽ വച്ച് ബ്രിക്സ് സമ്മിറ്റ് നടന്നപ്പോൾ മോദിയും സി ജിൻപിങ്ങും ചേർന്ന് തീരുമാനിക്കുന്നു ഈ ട്രൂപ്സിനെയൊക്കെ ഡിസെൻഗേജ്മെന്റ് നടത്താൻ. അപ്പോൾ സിറ്റുവേഷൻ ഇംപ്രൂവ്ഡ് ഇൻ ബൗണ്ടറി ഏരിയാസ്. ദാറ്റ്സ് വൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു
further discussions with make further discussions with China to continue or resume visa and flight services between these two countries. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ബ്രസീലിൽ വെച്ച് റിയോ ഡി ജനീറോയിൽ വെച്ച് ചൈനീസ് ഫോറിൻ മിനിസ്റ്ററായ വാങ് ഈയുമായിട്ട് മീറ്റിംഗ് നടത്തി. G20 മീറ്റിംഗ് ആണ് ഇപ്പം റിയോ ഡി ജനറലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്കറിയാം. പിന്നെ പുടിൻ ടു വിസിറ്റ് ഇന്ത്യ സൂൺ എന്നൊരു ന്യൂസ് അതിൽ ചേർന്ന് കാണാം. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ മിക്കവാറും ഈ വർഷം തന്നെ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിൽ വിസിറ്റ് ചെയ്യാൻ കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി റീസെന്റ് 2 times visited Russia. First visit was for the bilateral meeting between India and Russia, and after that he went to Russia again for attending BRICS summit. BRICS summit was held at Kazan. Kazan is a city in Russia. So 2 times consecutively, 2 times Modi visited Russia recently during the last 2 to 3 എനിക്കൊന്ന് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആയിട്ടാണെന്ന് അദ്ദേഹം വിസിറ്റ് ചെയ്യാൻ തോന്നുന്നു. സോ Russian President Vladimir Putin is also going to reciprocate that gesture by visiting India immediately എന്നൊരു ന്യൂസാണ് കാണുന്നത്. പിന്നെ താഴോട്ട് വരുമ്പം ഇന്ത്യാസ് വിഷൻ ഫോർ ഫ്രീ ഓപ്പൺ മാരിടൈം നെറ്റ്വർക്ക് ഈസ് ഫൈൻഡിങ് റെസണൻസ് അക്രോസ് ദ വേൾഡ് എന്നൊരു ന്യൂസ് കാണാം. അത് ഞാൻ നിങ്ങളുടെ പറഞ്ഞ തന്നെ മാരിടൈം ഒരു സമ്മിറ്റ് ഇന്ത്യയിൽ നടക്കുകയാണ്. സാഗർ മന്ഥൻ ദ ഗ്രേറ്റ് ഓഷൻ ഡയലോഗ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ്. സാഗർ മന്ഥൻ ദ ഗ്രേറ്റ് ഓഷൻ ഡയലോഗ് അത് ഓർഗനൈസ് ചെയ്യുന്ന യൂണിയൻ മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ആണ്. അതൊരു പാർട്ണർഷിപ്പിലാണ് നടത്തുന്നത്. ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ORF എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ, അവരുമായിട്ട് പാർട്ണർഷിപ്പിലാണ് സാഗർ മന്ഥൻ ദ ഗ്രേറ്റ് ഓഷൻ ഡയലോഗ് എന്ന് പറയുന്ന സംഭവം യൂണിയൻ മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് നടത്തുന്നത്. അപ്പോൾ അതിൽ സർബാനന്ദ സോണോവാൾ അധ്യക്ഷം വഹിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഈ മീറ്റിംഗിലേക്ക് മോദി നൈജീരിയയിൽ നിന്നുണ്ട്. അദ്ദേഹം നൈജീരിയയിലായിരുന്നു ആ സമയത്ത് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അത് കഴിഞ്ഞ് അദ്ദേഹം ബ്രസീലിലായിരുന്നു. ഇന്ന് അദ്ദേഹം ഗയാനയിൽ പോയിരിക്കുകയാണ്. 50 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വെസ്റ്റ് ഇൻഡീസ് ഐലൻഡ് നേഷനായ ഗയാന വിസിറ്റ് ചെയ്യുന്നത്. അപ്പം നൈജീരിയയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് മോദി ഒരു സന്ദേശം, ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിനെ കുറിച്ചാണ് അതിൻ്റെ അകത്ത്. പിന്നെ ഇന്ത്യ ആൻഡ് ഇറ്റലി ടു നെഗോഷിയേറ്റ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ റോഡ് മാപ്പ്, ഫോക്കസ് ഓൺ മാരിടൈം സെക്ടർ എന്നൊക്കെ ന്യൂസാണ്. അത് G20 സമ്മിറ്റിന്റെ സൈഡ് ലൈൻസിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിയും തമ്മിൽ നടത്തിയ മീറ്റിങ്ങിനെ കുറിച്ചാണ്. ആ മീറ്റിംഗിൽ ഇന്ത്യയും ഇറ്റലിയും ഡിഫൻസ് ഇൻഡസ്ട്രിയൽ റോഡ് മാപ്പ് പങ്കുവച്ചു. അതുപോലെ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മാരിടൈം സെക്ടറിലും പോർട്ട് സെക്ടറിലും ഒക്കെ ജോയിന്റ് ആയിട്ടുള്ള കുറച്ച് എഗ്രിമെന്റുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ആ മീറ്റിംഗിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ G20 സമ്മിറ്റിന്റെ സൈഡ് ലൈൻസിൽ പ്രധാനപ്പെട്ട വേൾഡ് ലീഡേഴ്സ് പരസ്പരം മീറ്റ് ചെയ്യാറുണ്ട്. അതിൽ ഒരു മീറ്റിംഗ് ആയിരുന്നു മോദിയും ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിയുമായിട്ട് നടന്ന മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ ആൻഡ് ഇറ്റലി ടു നെഗോഷിയേറ്റ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ റോഡ് മാപ്പ്, ഫോക്കസ് ഓൺ മാരിടൈം സെക്ടർ എന്ന് പറഞ്ഞ ന്യൂസ് അതിനെക്കുറിച്ചാണ്. പിന്നെ നെക്സ്റ്റ് പേജ് മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഇലക്ഷനെ കുറിച്ചാണ്. ആ പേജ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഗവൺമെന്റ് അലൗസ് സെൽഫ് സർവേ ഫോർ phase 2 ഓഫ് PM ആവാസ് യോജന എന്നൊരു ന്യൂസ് കാണാം. ഗവൺമെന്റ് അലൗസ് സെൽഫ് സർവേ ഫോർ phase 2 ഓഫ് PM ആവാസ് യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന അതിന്റെ ഗ്രാമീൺ വെർഷൻ എന്നെ കുറിച്ച് എഴുതി പറഞ്ഞേക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണും ഉണ്ട്, പ്രധാനമന്ത്രി ആവാസ് യോജന അർബനും ഉണ്ട്. അപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ 2016 സ്റ്റാർട്ട് ചെയ്തത്, റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി. അതിന്റെ 2ാം ഫേസ് ഇപ്പോൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ 2 crore ഹൗസസ് ആണ് പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് ഫോർ പീപ്പിൾ ലിവിങ് ഇൻ വില്ലേജ് ഏരിയാസ്. അപ്പം 2 crore ഹൗസസ് പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഈ വർഷം ഡിസംബറോടുകൂടി അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കംപ്ലീറ്റ് ഓൾ ദീസ് പ്രോസസ് ബിഫോർ 2024 December 31st ബിക്കോസ് എ ലോട്ട് ഓഫ് വർക്ക്സ് നീഡ്സ് ടു ബി ഡൺ ടു കംപ്ലീറ്റ് ഓൾ ദ പ്രോസസ്സസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം എന്തായാലും ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രോജക്റ്റിൽ ഇപ്പൊ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പോണ 2 crore ഹൗസസ് ആണ്. അപ്പോൾ അത് അതിൻ്റെ പ്രോഗ്രസ് ഒക്കെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആവാസ് പ്ലസ് എന്ന് പറയുന്നൊരു മൊബൈൽ ആപ്പൊക്കെ ഗവൺമെന്റിനുണ്ട്. അതിൻ്റെ അകത്താണ് ഈ ഡേറ്റയൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. യൂണിയൻ ക്യാബിനറ്റ് ഈ വർഷം ഓഗസ്റ്റിൽ 3,06,137 crores ആണ് ഇതിന്റെ സെക്കൻഡ് ഫേസിന്, അതായത് ഈ 2 crore ഹൗസസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തത് 3,06,137 crore. അതാ ന്യൂസിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ വേൾഡ് ടോയ്ലറ്റ് ഡേ ആണ് ഇന്നലെ. വേൾഡ് ടോയ്ലറ്റ് ഡേ എന്നായിരുന്നു ഇന്നലെ. നവംബർ 18th അല്ലേ, സോറി നവംബർ 19th ആയിരുന്നു വേൾഡ് ടോയ്ലറ്റ് ഡേ, നവംബർ 19th. ഇന്ത്യയിൽ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആക്കി. നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ടോയ്ലറ്റ് ഉണ്ടെന്നൊക്കെയാണ് ഗവൺമെന്റ് പറയുന്നത്. അതിന് വേണ്ടി നടത്തിയ സ്കീമാണ്.
സ്വച്ഛ് ഭാരത് അഭിയാൻ ഓർ ക്ലീൻ ഇന്ത്യ ക്യാമ്പയിൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ. അത് പക്ഷേ തീർന്നിട്ടൊന്നുമില്ല. ഇപ്പൊ അതിന്റെ സെക്കൻഡ് ഫേസ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സെക്കൻഡ് ഫേസ് നടന്നുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ഫേസിൽ എന്തായിരുന്നു ഉദ്ദേശം? ഇന്ത്യയെ ODF ആക്കുക, ഓപ്പൺ ഡിഫെക്കേഷൻ ഫ്രീ ആക്കുക, പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ഇല്ലാത്ത ഒരു രാജ്യമാക്കി മാറ്റുക. അതിനുവേണ്ടി എല്ലാവർക്കും ടോയ്ലറ്റുകൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അവിടെ വേറൊരു ന്യൂസ് ഉള്ള താഴെ ആ പേജിൽ തന്നെ, TN ഹാസ് ഹയസ്റ്റ് നമ്പർ ഓഫ് വിമൻ കൗൺസിലേഴ്സ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമൻ കൗൺസിലേഴ്സ് ഉള്ള സ്റ്റേറ്റ് തമിഴ്നാടാണെന്നാണ്. അതായത് വിമൻ കൗൺസിലേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ലോക്കൽ ബോഡീസിൽ 33% റിസർവേഷൻ ഇന്ത്യയിൽ സ്ത്രീകൾക്കുണ്ട്. ഓൾമോസ്റ്റ് അല്ല എല്ലാ സ്റ്റേറ്റുകളിലും. അപ്പം അതിൽ തന്നെ 17ഓളം സ്റ്റേറ്റുകൾക്ക് 50% റിസർവേഷൻ ഉണ്ട്. ഇപ്പം ബീഹാർ ഈസ് എ സോഷ്യലി backward state, but still Bihar is one of the first states in India to implement 50% reservation for women in local bodies. But in Kerala, only 33% reservation is there in local bodies. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഇന്ത്യയിൽ ഒരുപാട് വിമൻ കൗൺസിലേഴ്സ് ഉണ്ട് ഈ ലോക്കൽ ബോഡീസിൽ. അങ്ങനെ ഏറ്റവും കൂടുതൽ വിമൻ കൗൺസിലേഴ്സ് ഉള്ള സ്റ്റേറ്റ് തമിഴ്നാടാണെന്നാണ്. പിന്നെ അവിടെ ഡാനിയൽ ബാരൻബോയിം ആൻഡ് അലി അബു അവാദ് പ്രസന്റഡ് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് എന്നൊരു ന്യൂസ് കാണാം. ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ്. അതിന് യഥാർത്ഥം അങ്ങനെയാണ് പറയുന്നതെങ്കിൽ യഥാർത്ഥ ഫുൾ നെയിം ഇങ്ങനെ അല്ല. ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ്, ഡിസാമമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ്, ഡിസാമമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഫോർ 2023. കഴിഞ്ഞ വർഷത്തത് കൊടുത്തത് അതാണ്. 2023 അവാർഡാണ്. ഒരു ക്ലാസിക്കൽ പിയാനിസ്റ്റായ, ഒരു പിയാനോ വാദകനായ ഡാനിയൽ ബാരൻബോയിം എന്ന് പറയുന്ന ആളിനും പലസ്തീനിയൻ പീസ് ആക്ടിവിസ്റ്റായ അലി അബു അവാദിനുമാണ്. അതത്രയും അറിഞ്ഞാൽ മതി. ആ രണ്ടുപേരും പേരറിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ബിസിനസ് പേജിൽ ഇന്ത്യ UK റീലോഞ്ച് ട്രേഡ് ടോക്സ് ഇൻ ന്യൂ ഇയർ എന്നൊരു ന്യൂസ് കാണാം. അത് G20 സൈഡ് ലൈനിൽ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിയായിട്ട് മോദി മീറ്റിംഗ് നടത്തിയ പോലെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, UK പ്രൈം മിനിസ്റ്ററായ കീർ സ്റ്റാമറുമായിട്ടും മോദി മീറ്റിംഗ് നടത്തി. നിങ്ങൾ ആ ന്യൂസിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ ന്യൂസിൽ മോദിയും കീർ സ്റ്റാമർ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് കാണാം. ന്യൂസ് ഇതാണ്, ഇന്ത്യ UK റീലോഞ്ച് ട്രേഡ് ടോക്സ് ഇൻ ന്യൂ ഇയർ എന്ന് പറയുന്നത്. അതായത് അടുത്ത വർഷം 2025 ആണല്ലോ ന്യൂ ഇയർ. തൊട്ട് ഇന്ത്യയും UK തമ്മിലുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കാനുള്ള ടോക്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഋഷി സുനാക് ആയിരുന്നല്ലോ ഇപ്പൊ കുറച്ചു കാലം മുമ്പ് വരെ ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം ഏതാണ്ട് ഫൈനൽ സ്റ്റേജ് വരെ കൊണ്ടുപോയതാണ് ഇന്ത്യക്കും ബ്രിട്ടനും ഇടയിലുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് FTA എന്ന് പറയുന്ന സംഭവം ഏതാണ്ട് അവസാനം വരെ എത്തിച്ചതാണ്. ബട്ട് ബിക്കോസ് ഓഫ് സം problems existed between these two countries, he could not sign free trade agreement with India at that time. And Keir Starmer is trying to create further momentum in the talks between the negotiations between these two countries regarding this implementation of this free trade agreement. Okay, അപ്പം അതവിടെ കാണാം. പിന്നെ വേറൊരു ന്യൂസ്, ബീമാ സുഖം വിൽ ഹെൽപ്പ് കർബ് ഇൻഷുറൻസ് മിസ്സെല്ലിംഗ്. IRDA ചീഫ്. IRDA എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നത് IRDA ആണ്. ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിന്റെ റെഗുലേറ്റർ ആണ് IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹൈദരാബാദിലാണ്. അതിന്റെ ചീഫ്, IRDAയുടെ ചീഫാണ് ദേബാശിഷ് പാണ്ഡ. അദ്ദേഹത്തിന്റെ ഫോട്ടോ അവിടെ കാണാം. അദ്ദേഹം ബീമാ സുഖം എന്ന് പറയുന്ന ഒരു സ്കീമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബീമാ സുഖം എന്ന് പറയുന്നത് IRDA ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ എല്ലാ ഇൻഷുറൻസ് പ്രോഡക്ട്സും നമുക്ക് പരസ്പരം കമ്പയർ ചെയ്ത് വാങ്ങാനൊക്കെ ഉള്ള അവസരമുണ്ട്. അപ്പോൾ അത് ആൾക്കാരുടെ ഈ ഇൻഷുറൻസ് ബൈയിങ്ങിന്റെ ഒക്കെ എക്സ്പീരിയൻസ് കൂടുതൽ സ്മൂത്ത് ആക്കാൻ വേണ്ടി IRDA കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബീമാ സുഖം. പിന്നെ GST കൗൺസിലിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. GST കൗൺസിൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ആയിട്ട് ബന്ധപ്പെട്ട സകല അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസും എടുക്കാൻ അധികാരമുള്ള ഒരേ ഒരു എംപവേർഡ് കൗൺസിൽ ഈസ് GST കൗൺസിൽ, ആൻഡ് ഇറ്റ്സ് ചെയർപേഴ്സൺ ഇസ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ആർ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ വേൾഡ് പേജാണ്. വേൾഡ് പേജിൽ പുടിൻ സൈൻസ് റിവൈസ്ഡ് ന്യൂക്ലിയർ ഡോക്ട്രിൻ അമിഡ് യുക്രൈൻ വാർ. അതായത് യുക്രൈൻ്റെ അടുത്ത് അമേരിക്ക പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ തന്ന ലോങ് റേഞ്ച് മിസൈലൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോളൂ റഷ്യ അറ്റാക്ക് ചെയ്യാൻ ബിക്കോസ് 1000 days ഹാവ് കംപ്ലീറ്റഡ് ഡേ ബിഫോർ യെസ്റ്റർഡേ. എനിക്ക് തോന്നുന്നു യെസ്റ്റർഡേ ആണോ ഡേ ബിഫോർ യെസ്റ്റർഡേ ആണെന്ന് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല, റഷ്യ യുക്രൈൻ വാർ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ജോയ് ബൈഡൻ ഇങ്ങനെ ഒരു കൺസെന്റ് കൊടുത്തേക്കാം, ഞങ്ങൾ തന്ന മിസൈലൊക്കെ നിങ്ങളെടുത്ത് ഉപയോഗിച്ചോ റഷ്യക്കെതിരെ. അപ്പോൾ റഷ്യ പറഞ്ഞു, ഞങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്കെതിരെ വേറെ ഏതൊരു രാജ്യം
കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈൻ യുദ്ധം ചെയ്താലും അത് ഈ രണ്ട് രാജ്യങ്ങളും കൂടെ ഞങ്ങൾക്കെതിരെ നടത്തുന്ന യുദ്ധമായിട്ട് കൂട്ടും, എന്നിട്ട് ഇതിനെ തോപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കാൻ മടിക്കില്ല എന്നാണ് ഇന്നലെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകയുടെ ഒരു ഫോട്ടോയും അദ്ദേഹം ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ന്യൂസും ഉണ്ട്. ശ്രീലങ്ക ദിസനായക ടു വിസിറ്റ് ഇന്ത്യ മിഡ് ഡിസംബർ. It is a tradition in Sri Lanka to visit India first. Once a new leader has been elected in Sri Lanka, his first visit will be to India. That is a tradition. Always Sri Lankan leaders try to keep that tradition. But Nepal is going to break that tradition. Nepal is having the same tradition, but Nepal's new Prime Minister KP Sharma Oli is going to break that tradition by visiting China first. And Maldives has also the same tradition, but Maldives' current president, he already broke that tradition by visiting first China, Turkey and UAE. Okay, അപ്പം അതുകൊണ്ട് ഈ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പലരും ആ ട്രഡീഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും ബ്രേക്ക് ചെയ്യാത്തത് ഭൂട്ടാനും ശ്രീലങ്കയും മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ധാക്ക, വേറെ ന്യൂസ് നമുക്ക് അവിടെ ആവശ്യമുള്ളൊന്നുമില്ല. ധാക്ക യൂണിവേഴ്സിറ്റി ഓപ്പൺസ് അപ്പ് ഫോർ പാകിസ്ഥാനി സ്റ്റുഡൻസ്, അങ്ങനെ കുറച്ച് ന്യൂസുകൾ. പിന്നെ സ്പോർട്സ് പേജിൽ പോകുമ്പോൾ ഇന്ത്യ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ കയറി. ചൈനയുമായിട്ടാണ് ഫൈനൽ, അതിനെക്കുറിച്ചൊരു ന്യൂസ് കാണാം. പിന്നെ ബോർഡർ ഗാവസ്കർ ട്രോഫി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്, അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ കാണാം. Rafael Nadal is almost retired from tennis. One of the greatest ever tennis players, Rafael Nadal. He's also known as King of Clay courts, because of the fact that he won around 13 or 14 Grand Slam title tournaments from French Open. French Open ആണ് ഈ ക്ലേ കോർട്ടിന്റെ ഏറ്റവും വലിയ ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ. അത് ഏറ്റവും കൂടുതൽ വിൻ ചെയ്തിട്ടുള്ളത് റാഫേൽ നദാൽ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കിങ് ഓഫ് ക്ലേ കോർട്ട് എന്നറിയപ്പെടുന്നത്. അതിനെക്കുറിച്ചൊരു ന്യൂസ് ആണ്. പിന്നെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു സിംഗപ്പൂരിൽ വെച്ച് November 25, ആൻഡ് ദ ഫൈനൽ ഈസ് ബിറ്റ്വീൻ ഇന്ത്യാസ് ഡി ഗുകേഷ് ആൻഡ് ചൈനാസ് ഡിങ് ലെറൻ. ആൻഡ് എവറി famous chess players are saying D. Gugesh is the overwhelming favorite in this tournament. But anything can happen in chess. So the outcome of those matches cannot be exactly predicted now. But as per the current form, Gugesh is the overwhelming favorite. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. താങ്ക് യു.